വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. ഹലോ, ആരാണ്? അത് ഉമ്മറാണ്, കുന്നമംഗലം. കുന്നമംഗലത്ത് നിന്ന് ഉമ്മർ. പറയൂ ഉമ്മർ. സാറേ, പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്. നമ്മള് പണ്ട് അതിന്റെ അയൽവാസികളായിരുന്നു ചാത്തമംഗലത്ത്. ചാത്തമംഗലത്ത് എവിടെ? നമ്മളെ ചാത്തമംഗലത്ത് നമ്മളെ ഉസ്താദിനെ കുത്തിയ പള്ളിയില്ലേ? എവിടെയാണോ? ചാത്തമംഗലം പള്ളിയാണോ? ചാത്തമംഗലം പള്ളിയിൽ നമ്മളെ നമ്മളെ ഒസാമ ബിൻ ലാദന് മയ്യിത്ത് നിസ്കരിച്ച പള്ളി. ഏതാന്ന് ശരിക്കും ഓർമ്മ വരുന്നില്ല. ഹലോ, നിങ്ങൾ കുന്നാലം തന്നെയാണോ അതോ വരട്ടിയാക്കലാണോ? കുന്നമംഗലം പിലാശ്ശേരിയാ. പിലാശ്ശേരിയാണ്. അപ്പൊ അത് നിങ്ങളപ്പോ വരട്ടിയാക്കൽ പള്ളി അവിടെ വല്ലതായിരിക്കും പോകണ്ടാവും അല്ലെ? കുന്നാലത്തായിരിക്കും നിങ്ങൾ പോലെ. ചാത്താലത്തൊരു ജുമാഅത്ത് പള്ളി ഉണ്ടല്ലോ. ആ ജുമാഅത്ത് പള്ളിയിലാണ് നമ്മൾ ഉസ്താദിനെ കുത്തിയത്. അതുപോലെ അവിടെയാണ് നമ്മൾ ഒസാമ ബിൻ ലാദന് മയ്യിത്ത് നിസ്കരിച്ചത്. അവിടെ എനിക്ക് ശരിക്കും അറിയില്ല. അപ്പൊ നിങ്ങളേതാ, സുന്നിയാണോ അതോ ജമാഅത്ത് ഇസ്ലാമിയോ? ഞാന് സുന്നിയാണ്. സുന്നിയാണ്. ഇപ്പോഴും സുന്നിയാണോ അതോ പോയോ? പരിപാടി ഞാൻ ABC മലയാളം അങ്ങനെ പരിപാടിയിലൊക്കെ കാണലുണ്ട്. ശരി. ഇപ്പൊ വിശ്വാസമൊക്കെ പോയോ അതോ? ഹലോ, ആരിഫ് ഹുസൈൻ അല്ലേ? അതെ അതെ. ഓക്കെ. നിങ്ങള് ഇപ്പൊ ഞാൻ യൂട്യൂബിൽ കണ്ടുതരും. പിന്നെ എന്തൊക്കെ? പറയൂ, നിങ്ങളാണല്ലോ, നിങ്ങളല്ലേ വിശേഷം പറയേണ്ടത്. ഞാനിവിടെ ഒന്നും പറയണല്ലോ. നമുക്കിപ്പോ നിങ്ങളിങ്ങനെ വിമർശനായിട്ടാ കാണുന്നത്. ഹലോ, അതെ. അതിപ്പോ നിങ്ങളൊരു മതത്തിലൊന്ന് ആ മതത്തിന്റെ പേരുണ്ട്, അല്ലെ പേര് മാറ്റണ്ടേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. മതത്തിലെ പേരോ? അല്ലേ, നിങ്ങൾ ആരിഫ് ഹുസൈൻ എന്നുള്ളത് പേര് മാറ്റുക. നമ്മളൊരു മതത്തിൽ നിന്നുകൊണ്ട് ആ മതത്തിനെങ്ങനെ വിമർശിക്കുന്നത് ശരിയുണ്ടോ? മുഹമ്മദ് നബിയുടെ പേരെന്തായിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുന്നേ? പേരോ? അത് പേര് അങ്ങനെ തന്നെയല്ലേ? എങ്ങനെ? മുഹമ്മദ് തന്നെയല്ലേ? അപ്പൊ മുഹമ്മദ് നബി ഇസ്ലാം ആയപ്പോ വേറെ പേരിട്ടോ? പേര് മാറ്റിയില്ല. എന്തേ മാറ്റാഞ്ഞ്? പേര് മാറ്റണ്ടേ? പഴയ ആ പാഗൻ മതത്തിലെ പേരും കൊണ്ടാണോ നടക്കുന്നത്? പക്ഷെ ഇസ്ലാം മതം എന്ന് വെച്ചാൽ 1400 കൊല്ലം മുമ്പ് അല്ലല്ലോ. ആദം നബി അലൈഹി ഇസ്ലാം തൊട്ട് ഇങ്ങോട്ട് പോയിരുന്നില്ലേ? ഓക്കെ. അപ്പൊ മുഹമ്മദ് നബിയുടെ ബാപ്പന്റെ പേരെന്താ? മുഹമ്മദ് നബിയുടെ ബാപ്പാന്റെ പേരെന്താ? അബ്ദുള്ള. എന്താണ് പേര്? അബ്ദുള്ള അല്ലേ? മുഹമ്മദ് നബിയുടെ ബാപ്പ മുസ്ലിം ആയിരുന്നോ? ബാപ്പ മുസ്ലിം ആയിനോന്ന് ചോദിച്ചാല് അല്ല. ഹലോ, ചോദിച്ചാൽ ഉത്തരം പറയൂ. മുഹമ്മദ് നബിയുടെ ബാപ്പ മുസ്ലിം ആയിരുന്നു അല്ലേ? അതിപ്പോ മുസ്ലിം ആയെന്ന് വെച്ചാല് ഇപ്പൊ എന്താ ഞാൻ പറയാ, എനിക്ക് അതിനകത്തുള്ള വലിയ വിവരങ്ങളൊന്നുമില്ല. അതാണ് കാര്യം. അപ്പൊ ഇനി അടുത്ത ചോദ്യം, മുഹമ്മദ് നബിയുടെ ബാപ്പയും നരകത്തിലാണ് സ്വർഗത്തിലാണ്? ഒരു സ്വർഗത്തിലാണ്. അവര് നരകത്തിലാണ്, അതറിയോ? ഹലോ, അവര് നരകത്തിലാണ് രണ്ടുപേരും. അതെങ്ങനെ? അത് ഹദീസ് ഉണ്ട്. അതെ, റസൂലിന് 40 വയസ്സായ മുഹമ്മദ് നബിയുടെ ബാപ്പാടെ പേര് അബ്ദുള്ള, ഉമ്മാന്റെ പേര് ആമിന എന്നും ഇരിക്കെ അവര് രണ്ടുപേരും നരകത്തിലാണ്. എന്റെ പൊന്ന് ഉമ്മർക്ക, കാര്യങ്ങൾ അങ്ങനെയാണ് കിടക്കണത്. അപ്പോഴോ? അങ്ങനെയാണെങ്കിൽ മുൻകഴിഞ്ഞു പോയ മറ്റേ നബിമാരൊക്കെ ഓലൊക്കെ നരകത്തിലാ? അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ നബി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. പറയുന്നുണ്ടല്ലോ ഓലൊക്കെ സ്വർഗത്തിലാണ്, ഉമ്മയും ബാപ്പയൊക്കെ സ്വർഗത്തിലാണ്. നല്ലത് ചെയ്തത് മുഹമ്മദ് നബി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ഇതേപോലെ വിഷമം പറയാണ്, എന്റെ ബാപ്പയും ഉമ്മയൊക്കെ നരകത്തിലാണല്ലോ എന്ന്. ഉമ്മർക്ക് കേൾക്കൂ. അതാ പറയണേ, ഉമ്മർക്ക് കേൾക്കൂ. ഹലോ, കേൾക്കൂ, പറയുന്നത് കേൾക്കൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഖുറാനിൽ പഠിപ്പിക്കുന്നു മുൻകഴിഞ്ഞ നബിമാരൊക്കെ സ്വർഗത്തിലാണ്, അതുകൊണ്ട് അവർ സ്വർഗത്തിലാണ്. അത് നിങ്ങൾ എടുക്കുന്നു. നല്ലത് ചെയ്തോലൊക്കെ സ്വർഗത്തിലാണ്. ഓക്കെ. അത് നന്മയുടെ കാര്യം നമുക്ക് വേറെ പറയാം. ഇപ്പം നമ്മൾ പറയുന്നത് അതല്ല. അതായത് നബി പറഞ്ഞതിന്റെ പേരിൽ ഒരു കാര്യം വാസ്തവമാകുന്നു. ഇതാണല്ലോ നിങ്ങളുടെ വാദം. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു, ഖുറാനിൽ നമ്മൾ കാണുന്നു എന്ത്, മുൻകഴിഞ്ഞ നബിമാരൊക്കെ സ്വർഗത്തിലാണ് എന്ന് നിങ്ങൾ പറയുന്നു, അത് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ അത് എടുക്കുന്നു. ഇതേ മുഹമ്മദ് നബി പറയുന്നു എന്റെ ബാപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന് ഹദീസിലുണ്ട്. അപ്പൊ അതെന്ത് നിങ്ങൾ എടുക്കാത്തത്? നരകത്തിലാണെന്ന് ഹദീസിലുണ്ടോ? ഉണ്ട്. അതെന്താ ഹദീസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഹദീസ് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പൊ നാളെ തന്നെ നിങ്ങൾ വരട്ടിയാക്കൽ മറ്റേ പള്ളിയിൽ പോവാ, എന്നിട്ട് അവിടുത്തെ ഉസ്താദിനോട് ചോദിക്കാം. ഓക്കെ, അത് ചെയ്തൂടെ?
അത് ചെയ്യാം അല്ലെ സാറോട് ഞാൻ അത് നിൽക്കട്ടെ. അപ്പൊ ഉമ്മർ ഖാനോട് എനിക്ക് പറയാനുള്ളത് ഇതുമാതിരിയുള്ള ഓഞ്ഞ വാദമായിട്ടൊന്നും പറയരുത്. പേര് മാറ്റണം നിങ്ങൾ പറയുന്നത് ആദ്യം അബ്ദുള്ളാന്റെ പേര് മാറ്റാൻ പറയാ, ആദ്യം മുഹമ്മദ് നബിയുടെ പേര് മാറ്റാൻ പറയാ, അബൂബക്കറിന്റെ പേര് മാറ്റാൻ പറയാ, ഉമറിന്റെ പേര് മാറ്റാം. ഈ ഉമർ എന്ന് പറയുന്ന ആള് പാഗൻ വിശ്വാസിയായിട്ട് നടന്നിരുന്നോടത്തുനിന്നല്ലേ മുസ്ലിം ആയത്. അപ്പൊ ഉമർ പേര് മാറ്റിയോ? ഇല്ലല്ലോ. ഇനി പോട്ടെ, ഇനി എന്റെ പേര് ഞാൻ മാറ്റുകയാണെന്ന് തന്നെ കൂട്ടാ. അപ്പൊ എന്റെ പേരെന്താണ്? ആരിഫും ഹുസൈനും. എന്താണ് അതിന്റെ അർത്ഥം? ആരിഫ് ഹുസൈൻ. ആരിഫ് ഹുസൈൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എനിക്ക് ഞാൻ അറബി ഒന്നും അതിനകത്ത് കൂടുതൽ പഠിച്ചാൽ അറബി ഞാൻ അങ്ങ് പഠിപ്പിച്ചു തരാം. ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ള സുന്ദരൻ. ആരിഫ് ഇനി നിങ്ങൾ എന്നെ അറിവുള്ള സുന്ദര എന്ന് വിളിച്ചാൽ മതി. എന്റെ പേര് ഇനി അതാണ്. ഓക്കെ. അപ്പൊ ഒന്ന് വിളിച്ചൊന്ന് കേക്കട്ടെ. സാറേന്നല്ല, ആരിഫ് അറിവുള്ള സുന്ദര എന്നൊന്ന് വിളിക്കൂ. ആരിഫ് ഹുസൈൻ എന്ന് വിളിക്കരുത്, ഞാൻ പേര് മാറ്റി. എന്റെ പേര് അറിവുള്ള സുന്ദരൻ എന്നാണ്. ഇനി അങ്ങനെ വിളിച്ചാൽ മതി. അത് നല്ല നാടൻ പേരാണല്ലോ. അപ്പൊ ഒന്ന് വിളിക്കൂ, എനിക്ക് കേൾക്കാൻ കൊതിയാകുന്നു. അറിവുള്ള സുന്ദരനാണ്. പേര് ഒന്ന് വിളിക്കൂ. അറിവുള്ള സുന്ദരൻ സർ എന്നൊന്ന് വിളിച്ച. നിങ്ങൾ ആരിഫ് സർ എന്ന് വിളിക്കുന്നത് പോലെ അറിവുള്ള സുന്ദരൻ സർ എന്നൊന്ന് വിളിക്കൂ പ്ലീസ്. ഹലോ, നിങ്ങൾ എന്റെ പേരൊന്ന് വിളിക്കുക. എന്റെ പൊന്ന് മറക്ക, എനിക്ക് കേൾക്കാൻ കൊതിയായിട്ടാണ്. ഒന്ന് വിളിക്കൂ പ്ലീസ്. ഇല്ലല്ല, ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഞാൻ പേരല്ലേ പറഞ്ഞത്. അത് ശരി. ആരിഫ് ഹുസൈൻ എന്ന് പറയുമ്പോ ഇപ്പൊ പേര് അത് ബാക്കിയൊക്കെ നോക്കിയിട്ടാണോ? അപ്പൊ നിങ്ങൾ പേര് വിളിക്കൂ. ഹലോ സാറേ, നിങ്ങൾ എന്റെ പേരൊന്ന് വിളിക്കൂ. എനിക്ക് കൊതിയാവുന്നു. ഞാൻ പേര് മാറ്റിയിട്ട് നിങ്ങളുടെ വായിൽ കൊണ്ട് ആ നാക്കുകൊണ്ട് എന്റെ പേര് എനിക്ക് വിളിച്ചു കേൾക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ്. ആയിക്കോട്ടെ, സുന്ദരനാണ്. അങ്ങനെയല്ല, അറിവുള്ള സുന്ദരൻ സർ എന്നൊന്ന് വിളിക്കൂ പ്ലീസ്. ഹലോ, പേര് കൊണ്ടും സുന്ദരൻ ഒക്കെയാണ്. അങ്ങനെയല്ലെന്നേ, ഞാൻ പറഞ്ഞ അതല്ലല്ലോ. അറിവുള്ള സുന്ദരൻ സർ ഒന്ന് വിളിക്കൂ പ്ലീസ്. ഒന്ന് കേൾക്കാനാ. ഹലോ, അറിവുള്ള സുന്ദരൻ ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾ തീരുമാനിക്കേണ്ട അറിവുണ്ടോ അല്ലോ. പേരാണ് പറഞ്ഞത്, അല്ലാതെ അതിന്റെ വിശദീകരണം ഒന്നും ഞാൻ ചോദിച്ചില്ല. ഹലോ, അറിവുള്ള സുന്ദരൻ സംഭവം ശരി. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അംഗീകരിച്ചോല്ല. അതിപ്പോ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇപ്പൊ മുഹമ്മദ് നബിയുടെ വാപ്പയും നരകത്തിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. അറിയാത്തതുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. അതിപ്പോ എന്റെ കുഴപ്പമില്ല. നിങ്ങൾ പോയി പഠിക്കൂ. നിങ്ങൾ നാളെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കുന്നമംഗലം പള്ളി പോവാ. കുന്നമംഗലം പള്ളിയിൽ ഇപ്പോഴും അവിടെ മറ്റേ കൊടവേറുള്ള ഉസ്താദുമാരൊക്കെ ഉണ്ടാവും. അവിടെ പോവാ. എന്നിട്ട് ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദ് ഇങ്ങനെ ഈ ഒരു അറിവുള്ള സുന്ദരൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഇരുന്നിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിങ്ങനെയൊക്കെ പറഞ്ഞു മുഹമ്മദ് നബിയുടെ ബാപ്പയും നരകത്തിലാണെന്നാണ് ആ പഹയൻ പറയുന്നത്. ഇത് ശരിയാണോ എൻ്റെ പൊന്നു ഉസ്താദേ എന്നൊന്ന് നാളെ പോയി ചോദിക്കൂ. കൂടെ വേണമെങ്കിൽ ഒരു കുപ്പി വെളിച്ചെണ്ണ എടുത്തോ, കാര്യങ്ങൾ എളുപ്പമാവും. ഓക്കെ, നിങ്ങൾ ചോദിച്ച് പഠിച്ചിട്ട് വരൂ, വിവരം വെക്കൂ. അപ്പൊ ഞാൻ പറയണത് വെച്ചാല് നിങ്ങൾക്ക് വിവരമുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ലേ നിങ്ങൾ വേറൊരാൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ, അത് അയാൾക്ക് വിവരമുണ്ടോ വിവരമില്ലെന്നൊക്കെ അളക്കണ്ടേ. നിങ്ങൾക്ക് വിവരം ഇല്ലാതിരിക്കുകയും വിവരമുള്ള ഒരാൾ ഒരു കാര്യം പറയുകയും ചെയ്യുമ്പോൾ ആ വിവരമുള്ള ആൾ പറയുന്ന ആളെ കയറിയിട്ട് വിവരമില്ലാത്ത താങ്കൾ പറയാണ് എനിക്ക് വിവരമില്ലാന്ന്. അതെങ്ങനെ ശരിയാവും എൻ്റെ പൊന്നു പോയാ? ആശയങ്ങൾ എങ്ങനെയുണ്ട്? നല്ല ആശയം, വളരെ മോശം ആശയങ്ങളാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? അടിമയെ പൂശാൻ പറയുന്നത് നല്ല ആശയമാണോ? അടിമയെ പോറ്റാൻ പറഞ്ഞില്ലല്ലോ, മോചിപ്പിക്കണമെന്നല്ല പറഞ്ഞേ. അടിമയെ പൂശാൻ പറയുന്നത് നല്ല ആശയമാണോ? അത് പൂശാനൊന്നും പറഞ്ഞില്ല. അതൊക്കെ നിങ്ങള് അവസരവാദത്തിന് വേണ്ടി മുഹമ്മദ് നബിയുടെ ഒരു ഭാര്യ മുഹമ്മദ് നബിയുടെ മുന്നിൽ വന്ന് പറയാണ്, ഞാൻ എൻ്റെ അടിമയെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി ആ ആളോട് പറഞ്ഞത് എന്താണ്? നീ എന്തിനാണ് ആ അടിമയെ മോചിപ്പിച്ചത്? നിനക്ക് ആ അടിമയെ നിന്റെ അമ്മാവന് കൊടുത്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നത് അടിമ വിമോചനമാണോ അതോ അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കലാണോ? അത് എത്രാം വയസ്സിലാണ് റസൂൽ ചാവുന്നതിന് തൊട്ട് മുന്നേ, മരിക്കുന്നതിന്റെ തൊട്ട് മുന്നേ, ഒരു 10-30 വയസ്സായപ്പോ അല്ലെ, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ്. മുഹമ്മദ് നബി ചാവുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ എപ്പോഴാ? മുമ്പ് എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് കണക്കൂട്ടാലോ. മുഹമ്മദ് നബി ചാവുന്നതിന് തൊട്ട് മുന്നേ എന്ന് പറഞ്ഞ എപ്പോഴാ? തൊട്ട് മുന്നേ എന്ന് വെച്ചാൽ ഇപ്പോ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ മാസങ്ങളോ. അപ്പൊ ഒരു 6 മാസം മുന്നേ ഒന്ന് കൂട്ടിക്കോളൂ. അതൊക്കെ എന്താന്ന് പറയാ, നിങ്ങൾ ആ ഹദീസ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആ ഹദീസ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആ ഹദീസ് കണ്ടിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ ആ ഹദീസ് കണ്ടിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ ആ ഹദീസ് കണ്ടിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ ആ ഹദീസ് കണ്ടിട്ടുണ്ടോ ഇല്ലേ?
ഞാൻ ഹദീസ് കണ്ടില്ല. എന്നാ പോയി കണ്ടു വരൂ. ഓക്കെ, ആ ഉസ്താദിനോട് പോയി ചോദിക്കൂ. വീണ്ടും ഉസ്താദെ ഒരു ചോദ്യം കൂടിയുണ്ട്. അപ്പുറത്ത് ഒരു സുന്ദരനായ ഒരു അറിവുള്ള സുന്ദരൻ ഇരുന്ന് പറയുകയാണ് എന്ത്, മുഹമ്മദ് നബി അടിമ വിമോചനത്തെ എതിർത്തു, മോചിപ്പിച്ച അടിമയെ തിരിച്ചു വിളിച്ചു, ഇതേപോലെ മോചിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു. ഇത് ശരിയാണോ ഉസ്താദെ എന്ന് ചോദിക്കുക. കയ്യിലൊരു കുപ്പി വെളിച്ചെണ്ണയും കരുതിക്കോ, കാര്യങ്ങൾ എളുപ്പവും. നിങ്ങളെ എന്താന്ന് പറയാ, നമ്മൾ അറിഞ്ഞിട്ടും അറിയാത്ത മോഡലിലുള്ള. നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഞാൻ ഹദീസ് കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഹദീസ് കണ്ടിട്ടില്ല, എന്നിട്ട് എന്നോട് പറയാണ് എനിക്ക് അറിയില്ല. അതെങ്ങനെ ശരിയാവുക? ഞാൻ സാറെന്ന് വെച്ചാൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു മതത്തെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ മതത്തെ, ഞാനതാ പറയുന്നത്. ഇപ്പൊ ഇനി മുഹമ്മദ് നബി പറഞ്ഞ മറ്റൊരു കാര്യം പറയാം. അതായത് എനിക്ക് ജീവനുണ്ടെന്നുണ്ടെങ്കിൽ അറേബ്യൻ പെനിൻസുലയിൽ നിന്നും ഈ പറയുന്ന ജൂതന്മാരെയും ക്രിസ്ത്യാനികളെ മുഴുവൻ ഞാൻ ഓടിക്കും, അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാകൂ പാടുള്ളൂ എന്ന് മുഹമ്മദ് നബി പറയുന്നു. അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? പറഞ്ഞ അന്ന് ക്രിസ്ത്യാനും ജൂതന്മാരും ഒക്കെ സന്ധിയിൽ ഏർപ്പെടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സത്യവാദത്തിലേക്ക് വരണോ? മുഹമ്മദ് നബി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഇല്ലേ? ഹലോ, 1400 കൊല്ലം മുമ്പുള്ള സൗദി അറേബ്യയിലെ സംഗതി നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ബനു ഖുറൈള കൂട്ടക്കൊല പറയൂ. ബനു ഖുറൈള കൂട്ടക്കൊലയിൽ ആരെയാണ് കൊന്നത്? ബനു ഖുറൈള കൂട്ടക്കൊലയിൽ ആരെയാണ് കൊന്നത് പറയൂ. എങ്ങനെ? ബനു ഖുറൈള കൂട്ടക്കൊലയിൽ ആരെയാണ് കൊന്നത്? അത് മുസ്ലിങ്ങളായി നടിക്കുന്നവരും ഉണ്ടാവും. മുസ്ലിങ്ങൾ, മുഹമ്മദ് നബി ജൂതന്മാരെയാണ് കൊന്നു തള്ളിയത്. ജനോസൈഡാണ് അവിടെ നടത്തിയത്. വംശഹത്യ നടത്തിയ ആളാണ് ഈ പ്രവാചകൻ. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒരൊറ്റ ദിവസം 1000-ഓളം വരുന്ന ജൂതന്മാരെയാണ് കൊന്ന് തള്ളി കുഴിയിലിട്ട് കുഴിച്ചു മൂടിയത്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ തെറ്റ്. റസൂലിന്റെ യുദ്ധത്തില് ബനു ഖുറൈള കൂട്ടക്കൊലയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ? ബനു ഖുറൈള കൂട്ടക്കൊലയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉമ്മറെ കേൾക്കൂ. ബനു ഖുറൈള കൂട്ടക്കൊലയെ കുറിച്ച് ഉമ്മർക്ക കേട്ടിട്ടുണ്ടോ? ഉമ്മർക്ക അപ്പൊ അതിൽ എന്തിനാ ജൂതന്മാരെ കൊന്നു തള്ളിയത്? ജൂതന്മാരെ എന്നല്ല, അത് ഞങ്ങൾ പോണ വഴിക്കൊക്കെ വിട്ടല്ല. അത് പോരുന്ന വഴിക്കല്ല, അത് ജൂതഗോത്രത്തെ കൊള്ളയടിക്കുകയാണ് ചെയ്തത്. ബനു ഖുറൈള കൂട്ടക്കൊലയിൽ ജൂതഗോത്രത്തെ കൊള്ളയടിക്കുകയാണ് ചെയ്തത്. നിങ്ങളെ ഹദീസ് പോയി വായിക്കൂ. നിങ്ങൾ ഹദീസ് കണ്ടിട്ടുണ്ടോ? നിങ്ങളെ ഹദീസ് കണ്ടിട്ടുണ്ടോ? ഇനി അടുത്തത് ഒരെണ്ണം കൂടി ചോദിക്കാം, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ബനു മുസ്തലിഖ് യുദ്ധത്തിൽ ബനു മുസ്തലിഖ് കൊള്ളയ്ക്ക് പോയിരിക്കുന്നു. കേൾക്കൂ. എങ്ങനെ? എന്താ വിവരം കുറഞ്ഞ എന്നോടായതുകൊണ്ട് നിങ്ങൾക്ക് വിവരമുള്ള ആളുകൾ വിളിക്കണ്ടേ? ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ബാലുശ്ശേരി ഒരു വെല്ലുവിളി വെച്ച്, ഞാൻ വെല്ലുവിളി ഏറ്റെടുത്ത്. ബാലുശ്ശേരിന്റെ പപ്പും പൂടം പോലും കാണില്ല. എന്താ ബാലുശ്ശേരി വരാത്തെ? മുജാഹിദ് ബാലുശ്ശേരിനെ അറിയോ? മുജാഹിദ് ബാലുശ്ശേരിനെ അംഗീകരിക്കുന്നില്ല. അതെന്താ നിങ്ങൾ അംഗീകരിക്കാതെ? മുജാഹിദ് ബാലുശ്ശേരിന് ഇസ്ലാം അറിയില്ലേ? ഇസ്ലാം അറിയും, പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് യോജിക്കാത്ത കാര്യങ്ങളൊക്കെ. അതെന്താ നിങ്ങൾക്ക് യോജിക്കാത്ത കാര്യം? നമുക്ക് തവയിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ പറയൂ, എനിക്ക് സംവാദം നടത്താൻ പറ്റിയ നിങ്ങളുടെ കണ്ണിലുള്ള ഒരാളാരാണ്? പേര് പറയൂ. ഏതെങ്കിലും ഒരു സഖാഫി ആരെങ്കിലും. എന്നാ ഒരു സഖാഫിയുടെ പേര് പറയൂ. സഖാഫിന്റെ പേര് പറയല്ല, ആരെങ്കിലും ഇപ്പം വിളിക്കുങ്ങളെ. എന്നാ വിളിക്കാൻ പറയൂ. വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടേ? പണ്ടൊരു ഒരു സുഹൂരി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ പറയുന്ന നിങ്ങൾ കേൾക്കൂ. നിങ്ങൾക്ക് ആലപ്പുഴ സുഹൂരിനെ അറിയോ? ആലപ്പുഴ സുഹൂരി ഈ സുഹൂരി ഉസ്താദിനോട് നമ്മൾ ചോദിച്ചു, ഈ ആയത്ത് 5:9 അത് ഇറങ്ങിയിരിക്കുന്ന സന്ദർഭം ഏതാണെന്ന് ചോദിച്ചത്. ഏത് യുദ്ധ സന്ദർഭത്തിലാണെന്ന് ചോദിച്ചു. മൂപ്പർ ഒച്ചമ്പകൾ ഉണ്ടാക്കിയിട്ട് ഓടുക ചെയ്തത്. ഏത് യുദ്ധ സന്ദർഭത്തിലാണ്? നിങ്ങളൊന്ന് പറഞ്ഞുതരൂ. ഒരു നിരീശ്വരവാദിക്ക് ഒരു ഖുർആനിലെ 9:5 എന്ന് പറയുന്ന ആ സൂക്തം ഇറങ്ങിയത് ഏത് യുദ്ധ സന്ദർഭത്തിലാന്ന് പറയൂ. ആ ഉസ്താദ് എന്റെ അടുത്ത് നിന്ന് ഓടുകയാണ് ചെയ്തത്, ലോട്ടറി കച്ചവടക്കാരൻ്റെ ഒച്ചമ്പകളൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇതാണോ നിങ്ങൾ പറയുന്ന അറിവുള്ളവൻ? എന്താ ഉസ്താദ് പറയാത്തത്? ഇന്നാ പിടിച്ചോ യുദ്ധം എന്ന് പറഞ്ഞ് സന്ദർഭം കണ്ട് വെക്കല്ലേ വേണ്ടത്? അതെന്താ പുള്ളിക്ക് വെക്കാൻ പറ്റാത്ത? അതല്ല, ഇത്രയും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്ന ഒരു മതം ഇത്രയും പ്രാകൃതം എന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അടിമയെ പൂശാൻ പറയുന്ന മതം, അത് തോന്നുന്നുണ്ട്. 6-ാം വയസ്സിൽ കെട്ടി 9-ാം വയസ്സിൽ പൂശാം എന്ന് പറയുന്ന കുട്ടികളെ വെറുതെ വിടാത്ത മതം, അത് എനിക്ക് അങ്ങനെ പറയാൻ തോന്നും. ഭാര്യ അടിക്കാൻ പറയുന്ന മതം, അത് എനിക്ക് അങ്ങനെ പറയാൻ തോന്നും. അതേപോലെ അടിമയെ വെച്ച് പൂശാൻ പറയുന്ന മതം എനിക്ക് അങ്ങനെ പറയാൻ തോന്നും. എന്താ സംശയം?
നിങ്ങൾ ഈ പറഞ്ഞതാകുന്ന വരട്ടിയാക്കിൽ ഈ ഭാഗത്തൊക്കെ ഉണ്ടായാലും കുറച്ചു കാലം മുമ്പ് വരെ എന്ത് ഇത് 1400 കൊല്ലം മുമ്പുള്ള കാര്യം 1400 കൊല്ലം ഒരാള് കള്ളു കുടിച്ചു കള്ള് ശരിയാവോ? മറ്റുള്ള കാര്യങ്ങളും 1400 വർഷം ഒരാൾ കള്ളു കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് കള്ള് ശരിയാവോ പൊന്നുകോയ? എങ്ങനെ ഒരാൾ 1400 വർഷം ഇരുന്ന് കള്ളു കുടിച്ചാൽ കള്ള് ശരിയാവോന്ന്? ഹലോ ചോദിച്ചതിന് ഉത്തരം പറയൂ. 1400 വർഷം ഒരാൾ കള്ളു കുടിച്ചാൽ കള്ള് ശരിയാവോ? അതല്ല, മനുഷ്യൻ എന്നിട്ട് നന്നായിട്ടില്ല എന്നാ പറയുന്നത്. അതുപോലെ ഉണ്ട് അന്നത്തെ എങ്ങനെ ഏത് ഈ ഇസ്ലാമിക രാജ്യത്തെ ഏതാണ്? ഇപ്പൊ സുഡാനിൽ നടക്കുന്ന പ്രശ്നത്തിൽ ഇപ്പൊ മതമല്ലേ? ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ മതമല്ലേ? നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കലം ചെയ്യുന്നതിൽ മതമല്ലേ? പാകിസ്ഥാനിൽ അവിടെ ന്യൂനപക്ഷങ്ങളെ കൊന്നു കൊടുക്കുന്നത് മതമല്ലേ? ഇന്ത്യയിൽ ഈ പ്രശ്നം കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിൽ മതം ഇസ്ലാമല്ലേ? ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഇസ്ലാമല്ലേ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? എവിടെയാണ് ഇസ്ലാം പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു സ്ഥലമുള്ളതെന്ന് പറഞ്ഞു തന്നാട്ടെ. ഹലോ, ഇസ്ലാം എന്ത് പ്രശ്നം ഉണ്ടാക്കി? ഇസ്ലാം ഈ ഷിയാ സുന്നി തർക്കത്തിന്റെ പിന്നിൽ എന്താ കഥ ഒന്ന് പറഞ്ഞു തന്നെ. ഇറാഖിൽ പ്രശ്നം ഉണ്ടാക്കിയത് അമേരിക്ക ഇസ്ലാമാണോ? അമേരിക്കയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അവിടുത്തെ ഐസിസ് എന്താ ഉണ്ടാക്കിയത്? യസീദികളെ കൂട്ടക്കൊല നടത്തിയത്, യസീദികളെ കൊന്നൊടുക്കിയത്, യസീദികളെ ബലാത്സംഗം ചെയ്തത്, യസീദികളെ അടിമകളാക്കി പിടിച്ചത് അമേരിക്കയാണോ അതോ ഐസിസ് ആണോ? ഹലോ, യമനില് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഈ ഷിയാ സുന്നി തർക്കം ഉണ്ടാക്കിയത് ആരാണ്? നിങ്ങൾ പറയൂ. ആരിഫ് ഹുസൈൻ എന്ന് വിളിച്ചേക്കരുത്, അറിവുള്ള സുന്ദരൻ. ഇനി അങ്ങനെ വിളിക്കാവൂ, എന്റെ പുതിയ പേര്. ഓക്കെ. കൊന്നിട്ട് പ്രതികരിക്കാൻ, ഒരു മനുഷ്യനെ കൊല്ലുമ്പോ ഒന്ന് പ്രതികരിക്കാൻ ങ്ങളാണോ കാര്യങ്ങൾ പറയുന്നത്? ഏതാണ് മനസ്സിലായില്ല. ഏത് ആർക്കെതിരെ പ്രതികരിക്കാൻ? ഏതിനെതിരെ? അമേരിക്ക എന്താ ചെയ്ത? അമേരിക്ക എന്താ ചെയ്യാത്ത? ലോകത്തൊന്നായിട്ട് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? എന്താ പ്രശ്നം? ഒരു പ്രശ്നം പറയൂ. ഒരു പ്രശ്നങ്ങൾ കാണുന്നില്ല. ഇറാഖിൽ എന്തേ പ്രശ്നം? ഇറാഖിൽ ഐസിസ് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി, അത് തന്നെയാണ് പ്രശ്നം. യസീദികളെ കൂട്ടക്കൊല നടത്തി, അവിടെ കുർദുകളെ പിടിച്ചടക്കി. ഇത് അമേരിക്കയാണോ ചെയ്തത്? അതല്ല, ലോക പോലീസ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് അഫ്ഗാനിസ്ഥാനിൽ വന്ന് എല്ലാം ചെയ്ത്. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ സ്ത്രീകൾക്ക് ജനലും വാതിലും ഇല്ല, അവർക്ക് ജോലി എടുക്കാൻ അനുവദിക്കുന്നില്ല, അവർ പർദ്ദ ഇടാനില്ല, അവർ പോളിയോ വാക്സിൻ പോലും കൊടുക്കുന്നത്. അത് അമേരിക്കയാണോ കൊടുക്കാത്തത് അതോ ഇസ്ലാമാണോ താലിബാനാണോ? അഫ്ഗാനിസ്ഥാനിലെ എന്താ വെച്ചാൽ ഓരോ രാജ്യത്തും ഓരോ ചുറ്റുപാട് ഓരോ ഇതുണ്ടാവും മതത്തിന്റെ. അപ്പൊ നിങ്ങളല്ലേ അവിടെ അമേരിക്കയാണെന്ന് പറഞ്ഞേ? അവിടെ പെണ്ണുങ്ങളെ പൂട്ടിയിടുന്ന അമേരിക്കയാണോ അതോ താലിബാനാണോ? അതാ ഞാൻ ചോദിച്ചത്. ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങളല്ലേ പറഞ്ഞ എല്ലാത്തിന്റെ പിന്നിൽ അമേരിക്കയാണെന്ന്? എല്ലാത്തിന്റെ പിന്നിൽ അമേരിക്കയാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞേ? ഉമ്മറെ കേൾക്കൂ, എല്ലാത്തിന്റെ പിന്നിൽ അമേരിക്കയാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞേ? അപ്പൊ ഞാൻ ചോദിക്കാണ്, അഫ്ഗാനിസ്ഥാനിലെ പെണ്ണുങ്ങളെ പൂട്ടിയിടുന്നത് അമേരിക്കയാണോ അതോ താലിബാനാണോ? അഫ്ഗാനിസ്ഥാനിലെ പെണ്ണുങ്ങളെ പൂട്ടിയിടുക എന്ന് ആരാ പറഞ്ഞ? ഇപ്പൊ നമ്മളെ ഇന്ത്യല്ലേ ഓലെ ഒന്നായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരല്ലോ? എന്താ മുത്തക്കയോ? ആരെ കൊണ്ടുവന്നു? അവിടുത്തെ പെണ്ണുങ്ങളെ പൂട്ടിയിടുന്നതിനെ കുറിച്ച് നിങ്ങൾ പറയോ? അവിടെ പെണ്ണുങ്ങളെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്നു, അവരുടെ പെണ്ണുങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു, അവരുടെ പെണ്ണുങ്ങളെ അകത്തിടുന്നു. പോളിയോ വാക്സിൻ പോലും അവിടുത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല, അവിടുത്തെ ഡോക്ടർമാരായിട്ട് പെണ്ണുങ്ങൾ ഇറങ്ങുന്നില്ല. ഇത് നിങ്ങൾ കാണുന്നില്ലേ? ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? അല്ല, നിങ്ങൾ കാണുന്നില്ലേ? ഈ അഫ്ഗാനിസ്ഥാൻ ഇവിടെ ആഴ്ചകളോളം ബാധിച്ച് ഒക്കെ ചെയ്യുന്നത് ഇവിടുത്തെ തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ എന്തെങ്കിലും ചെയ്യുന്നത് വെച്ചിട്ടാണോ നിങ്ങൾ അഫ്ഗാനിസ്ഥാനെ വെളുപ്പിക്കണത്? അല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റുമെന്ന് നമ്മളതല്ലല്ലോ ചോദിക്കണം. നമ്മൾ ചോദിക്കണം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെ കുറിച്ച് നിങ്ങൾ പറയും. ഈ ഷിയ സുന്നി തർക്കം ഇത് കേൾക്കൂ. ഇതെങ്കിലും നിങ്ങൾ പറയൂ. ഈ ഷിയ സുന്നി തർക്കം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ശരി, ഷിയ സുന്നി തർക്കത്തിന്റെ പിന്നിൽ അമേരിക്കയാണോ? ഷിയ സുന്നി തർക്കത്തിന്റെ പിന്നിൽ അമേരിക്കയാണോ? ഷിയ സുന്നി എന്ന് വെച്ചാൽ അമേരിക്കക്ക് എല്ലാ റോളും ഉണ്ട്. ഷിയ സുന്നി തർക്കത്തിൽ അമേരിക്കക്ക് റോളുണ്ട്. ഉണ്ട്. അതായത് മുഹമ്മദ് നബീനെ കൊന്നത് അമേരിക്കയാണ്. അപ്പോ എങ്ങനെ മുഹമ്മദ് നബീനെ കൊന്നതും അപ്പൊ അമേരിക്കയാണ്? കൊന്നതോ? മുഹമ്മദ് നബീനെ ആര് കൊന്നെന്നാ പറയുന്നത്? മുഹമ്മദ് നബി എങ്ങനെയാ മരിച്ചത്? മരിച്ച സുഖലാണ് മരിച്ചത്. എന്താ സുഖം?
ആ മനുഷ്യനെ വാർദ്ധക്യം മറ്റേത് ഉണ്ടാകുമല്ലോ. ഉണ്ടയാണ്. നിങ്ങൾക്ക് അതും അപ്പൊ അറിയില്ല എന്താണ് കോയ, ഇതൊക്കെ പഠിക്കണ്ടേ. മുഹമ്മദ് നബീനെ ആട്ടിറച്ചിയിൽ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്തത്. അത് നിങ്ങൾക്ക് അറിയോ? വിഷം കൊടുത്ത് കൊന്നതാ നിങ്ങള് ഊഹാപോഹമല്ല. നിങ്ങൾ പോയി ചരിത്രം വായിക്കൂ. ചരിത്രം വായിക്കൂ കോയ. ചരിത്രം വായിക്കൂ. മുഹമ്മദ് നബിക്ക് ഖൈബർ യുദ്ധത്തിൽ വെച്ച് അവിടുത്തെ ജൂത ഗോത്രത്തെ കൊള്ളയടിച്ചതിന്റെ പക വീട്ടിയത് ഒരു ജൂത സ്ത്രീയാണ്. ആ ജൂത സ്ത്രീ അവരുടെ വീട്ടിലേക്ക് അവരെ വിളിക്കുന്നു. അവർക്ക് ഈ പറയുന്ന ആട്ടിറച്ചിയിൽ വിഷം കലക്കി കൊടുക്കുന്നു. അത് കഴിച്ച് മുഹമ്മദ് നബി രോഗിയാവുന്നു. 3 വർഷം കിടന്ന് നരകിച്ച് ചത്തു പോവാണ് ചെയ്തത്. മുഹമ്മദ് നബി ചത്ത് കിടന്നിട്ട് 3 ദിവസം അവിടെ കിടന്ന് പുഴുത്തരിച്ചു. അങ്ങനെ 3-ാമത്തെ ദിവസം ആരും കുഴിച്ചിടാനില്ലാതെ സ്വന്തം വീട്ടിൽ കിടന്നോടത്ത് കിടന്ന് കുഴി കുത്തി മൂടാണ് ചെയ്തത്. ഇതാരാ ചെയ്തത്? ഇത് അമേരിക്കയാണോ ചെയ്തത്? ഇത് അമേരിക്കയാണോ ചെയ്തത്? അത് അമേരിക്ക ആണോന്നല്ല. പിന്നെ അപ്പൊ എല്ലാത്തിന്റെ പിന്നിൽ അമേരിക്ക ആണെങ്കിൽ നബി ഈ പറയുന്ന പണി ഒപ്പിച്ചതും അമേരിക്ക ആവണ്ടേ? ഇങ്ങക്ക് എന്താ നേക്കണം? നമുക്ക് നിങ്ങൾ പറയൂ. ഈ ഫാത്തിമാനെ വയറ്റിൽ ചവിട്ടി കൊന്നത് ഉമറിന്റെ പിന്നിൽ അമേരിക്ക ആയിരുന്നോ? അത് പറയൂ. ഫാത്തിമ എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ മകളെ പള്ളയിൽ ചവിട്ടി, ഗർഭിണിയായിരിക്കുന്ന ഫാത്തിമാനെ പള്ളയിൽ ചവിട്ടി കൊന്ന ഉമറിന്റെ പിന്നിൽ അമേരിക്ക ആയിരുന്നോ? പക്ഷെ അത് ഇസ്ലാമിന്റെ തലയിൽ കെട്ടിക്കാൻ പറ്റൂല. അമേരിക്കയാണോന്നാ ഞാൻ ചോദിക്കുന്നത്. സുന്ദരൻ സാറ് മാതിരി ഇത് അമേരിക്കയാണോന്ന് നിങ്ങൾ പറയും. എല്ലാത്തിന്റെ പിന്നിൽ അമേരിക്കയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറയൂ. അതായത് ഗർഭിണിയായ ഫാത്തുമാന്റെ പള്ളയിൽ ചവിട്ടി ഉമർ ചവിട്ടി കൊന്ന ഉമറിന്റെ പിന്നിൽ അമേരിക്ക ആയിരുന്നു അല്ലേ? ഇതുപോലത്തെ ആൾ അന്നുണ്ട്. ഇനി പോട്ടെ. അപ്പൊ അത് പഴയ അമേരിക്ക ആയിരിക്കും അല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? പഴയ അമേരിക്ക ആയിരിക്കും. അപ്പൊ എല്ലാം ജൂതൻ എന്ന് പറയുന്ന മാതിരി. അപ്പൊ ഉമറിന്റെ പിന്നിൽ ജൂതനായിരുന്നു. അപ്പൊ ഉമർ ഒരു ജൂതനായിരുന്നു. അപ്പൊ സാറേ ഞാൻ ഉമർ അപ്പൊ ഒരു ജൂതനായിരുന്നോ? പഠിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ഒന്നെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് വരാ, അല്ലെങ്കിൽ ആ ഏതെങ്കിലും സുഹൂരിയോ വല്ല കുഹൂരി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കൂട്ടിയിട്ട് വാ. ആരെങ്കിലും ഒന്ന് വരാൻ പറയും. അല്ലെങ്കിൽ ആ ബാലുശ്ശേരിനെങ്കിലും ഉന്തി തള്ളിയിട്ട് കൊണ്ടുപോവാ. കെട്ടി വലിച്ചു കൊണ്ടുവരാൻ പറ. ഓക്കെ, കഴുത്തിൽ കുടുക്കിട്ട് വലിച്ചു കൊണ്ട് വരാൻ പറയും ആരോടെങ്കിലും. രോഗം ബാധിച്ചെന്ന് ഞാൻ സംശയിച്ചു പോവാ. എങ്ങനെ? നിങ്ങളെ ഇത്രയും ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു മതത്തിനെ ഇങ്ങനെ കുറ്റം പറയുമ്പോ നിങ്ങളൊരു സുന്ദരൻ എന്ന് പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ സുന്ദരനാണോ ജനങ്ങൾ തീരുമാനിക്കണം. അത് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതെന്റെ പേരാണ് കേട്ടോ. നിങ്ങൾ ഇനി എന്നെ ആരിഫ് ഹുസൈൻ ഒന്നും വിളിച്ചേക്കരുത്. എന്താണെന്നുള്ള നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ. ഞാനല്ലേ പഠിച്ചത്. നിങ്ങൾ ഈ സാധനം ഒന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഈ 6-ാം വയസ്സിൽ പൂശിയതിനെ കുറിച്ച്, 9-ാം വയസ്സിൽ പൂശിയതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അടിമയെ പൂശിയതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അടിമയെ വെച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഭാര്യ തല്ലാൻ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഖൈബർ കൂട്ടക്കൊലയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ബനു ഖുറൈള കൂട്ടക്കൊലയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ആട്ടിറച്ചിയിൽ വിഷം കൊടുത്താണ് മുഹമ്മദിനെ കൊന്നത് എന്നുള്ളത് പോലും നിങ്ങൾക്ക് അറിയില്ല. 3 ദിവസം കിടന്ന് പുഴുത്തരിച്ചു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഉമർ ആണ് അവിടെ പാത്തുമാനെ പള്ളയിൽ ചവിട്ടി കൊന്നെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അവിടെ അലിയും ആയിഷയും തമ്മിൽ യുദ്ധമുണ്ടാക്കി അതിനകത്തും ഇതേപോലെ കുഴപ്പമുണ്ടാക്കിയത് മുസ്ലിങ്ങൾ തമ്മിലുള്ള കച്ചറയായിരുന്നു. അതിന്റെ പിന്നിൽ അമേരിക്ക ആയിരുന്നു എന്ന് പോലും നിങ്ങൾക്കറിയില്ല. ഇതല്ലേ നിങ്ങളുടെ അവസ്ഥ. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും അറിയില്ലെന്ന്. ശരി, ഞാൻ സമ്മതിച്ചു. നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇന്നും അന്നും ഉണ്ടല്ലോ. അതെ, അതാ പറയണേ. അപ്പൊ അന്നും ഇന്നും നിങ്ങളെപ്പോലത്തെ മണ്ടന്മാരും ഉണ്ട്. അതാ ഞാൻ ഈ പറയണത്. ഇപ്പൊ മനസ്സിലായോ? പോയി എന്തായാലും പഠിക്കേണ്ട പൊന്നു പോയാ കിടന്ന് ഇതേപോലെ കിടന്ന് മെഴുകാതെ. ഓക്കെ, ചെല്ലു. മദ്രസയിൽ പോയിട്ട് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചത് കേൾക്കുക. എന്നിട്ട് ഇതൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക. ഇവിടെ ഞാൻ ഈ പറയുന്ന സാധനം എല്ലാം ലൈവാണ്. അതിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ റീവൈൻഡ് ചെയ്ത് കേൾക്കുക. എന്നിട്ട് ഉസ്താദിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക. പോവാൻ നേരത്തെ ഒരു ഉപ്പി വെളിച്ചെണ്ണ എടുത്തോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, ശരി എന്നാ, ബൈ. യെസ്, അതാണ് കഥ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.